ഹായ് എവ്രി വൺ, വെൽക്കം ടു ഇറ മാത്സ് ക്ലാസ്. എല്ലാവർക്കും ഇറ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സ്ക്വയർ കംപ്ലീഷൻ. അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് ടു ആൻസേഴ്സ്. ടു ആൻസേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? രണ്ട് ഉത്തരങ്ങൾ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തുണ്ടായിരിക്കും? രണ്ട് ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനു മുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് ഞാൻ പറഞ്ഞു, ടോപ്പിക് എന്ന് പറഞ്ഞത് ടു ആൻസേഴ്സ് ആണ്. ടു ആൻസേഴ്സ് തന്നെ നമുക്ക് പറയാം എന്താ? രണ്ട് ഉത്തരങ്ങൾ. നമുക്കറിയാം, ഇപ്പോൾ ഏതെങ്കിലും ഒരു രണ്ട് നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇവിടെ 7 എടുത്തിട്ടുണ്ട്. 7 × 7 എത്രയാവും? 49. അതേപോലെ തന്നെ -7 × -7 എന്താ? മൈനസ് ഇൻറ്റു മൈനസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്ലസ് ആണ്. പിന്നെ രണ്ട് നമ്പേഴ്സ് നമ്മൾ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ? 7 × 7 49. -7 × -7 എന്ന് പറഞ്ഞാലും 49 ആണ് അല്ലേ? അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് 49ൻ്റെ റൂട്ട് എത്രയാണെന്ന് ചോദിക്കുക. അപ്പോൾ 49ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞത് ഏതൊക്കെ വരാം? +7 വരാം, -7 വരാം. അപ്പോൾ രണ്ട് ഉത്തരം വന്നില്ലേ? +7 ഉണ്ട്, അതേപോലെ തന്നെ -7 ഉണ്ട്. അതാണ് ടു ആൻസേഴ്സ് എന്ന് പറഞ്ഞത്. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? രണ്ട് വാല്യൂസ് വരും. ഒന്ന് പ്ലസ് ആയിരിക്കും, ഒന്ന് എന്ത് ചെയ്യും? മൈനസ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നോക്കുക. The long side of a rectangle is 2 meter more than its short side. Find the length of the side if its area is 224 square meter. ഒരു റെക്റ്റാങ്കിളിൻ്റെ വലിയ വശം എന്ന് പറഞ്ഞത് ചെറിയ വശത്തിനേക്കാൾ 2 മീറ്റർ കൂടുതലാണ്. അപ്പോൾ ചെറിയ വശം എത്രയാണെന്ന് അറിയോ? ഇല്ല. അപ്പോൾ ചെറിയ വശമാണ് നിങ്ങൾ എന്തെടുക്കണ്ടേ? എക്സ് എന്ന് എടുക്കുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഇഫ് ഇറ്റ്സ് ഏരിയ ഇസ് 224 സ്ക്വയർ മീറ്റർ. എങ്കിൽ അതിൻ്റെ ഏരിയ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 224 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ബ്രെഡ്ത്ത് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കുക. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? വലിയ വശം എന്ന് പറഞ്ഞത് ചെറിയ വശത്തിനേക്കാൾ 2 മീറ്റർ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ എടുക്കണ്ടേ? ചെറിയ വശം. റെക്റ്റാങ്കിളിൻ്റെ കേസിൽ ചെറിയ വശം ഏതാ? ബ്രെഡ്ത്ത്. അപ്പോൾ ബ്രെഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഇസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്തായിരിക്കും? x+2 അല്ലേ? 2 മീറ്റർ, ബ്രെഡ്ത്തിനേക്കാൾ 2 മീറ്റർ കൂടുതലാണ്. ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? x+2. ഇനി നിങ്ങൾക്ക് ഏരിയ തന്നിട്ടുണ്ട് 224 മീറ്റർ സ്ക്വയർ ആണ്. എങ്ങനെയാണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത്തിന് നിങ്ങൾ എന്ത് കൊടുക്കുക? x+2. ബ്രെഡ്ത്ത് നിങ്ങൾ എടുത്തിട്ടുള്ളത് x ആണ്. സോ x+2 × x is equal to 224. ഇനി എന്ത് ചെയ്യുക? ഈ എക്സിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് x ഇൻറ്റു എക്സ്, x², x ഇൻറ്റു 2, 2x is equal to 224. ഇനി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സ്റ്റെപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചിട്ടുള്ളത്? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ? എക്സിൻ്റെ കൂടെ കിടക്കുന്ന സംഖ്യ ഏതാണോ അത് നോക്കുക, അതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് ആ നമ്പറിൻ്റെ സ്ക്വയർ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? രണ്ട് സൈഡിലും ആഡ് ചെയ്യാൻ. അപ്പോൾ x² + 2x + 1. ഇതിവിടെ 2xൻ്റെ കൂടെയുള്ള നമ്പർ എന്ന് പറയുന്നത് 2x ആണല്ലേ? 2 ആണ്. 2ൻ്റെ പകുതി 1. സോ 1² ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും 1² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താ? a² + 2ab + b² നിങ്ങൾക്ക് എന്ത് എഴുതാം? a + b ഹോൾ² എന്ന് എഴുതാം. അപ്പോൾ ആ രൂപത്തിലാണ്. x+1 ഹോൾ² is equal to 224 + 1 എന്ന് പറഞ്ഞാൽ 225. സ്ക്വയറിനെ ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി. സ്ക്വയറിന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും അല്ലേ? 225ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 15 അല്ലെങ്കിൽ -15. അപ്പോൾ x+1 is equal to 15. ഈ രണ്ട് കേസ് വരും. x+1 15 എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വില എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 15 - 1 ദാറ്റ് ഈസ് 14. ഇനി x+1 ഞാൻ എടുക്കുന്നത് -15 ആണെങ്കിൽ x is equal to -15 - 1 എത്രയാ? -16. എപ്പോഴെങ്കിലും റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരുമോ? ഇല്ല. ഇതേ വരോ ഇതിലും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് വാല്യൂ എടുക്കണ്ടേ? പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കേണ്ടത്.
അപ്പോൾ -16 എന്ന് പറയുന്നത് ഇവിടെ എന്തല്ല, ആക്സെപ്റ്റബിൾ അല്ല, ആക്സെപ്റ്റ് ആയിട്ടുള്ള കാര്യമല്ലാത്തതുകൊണ്ട് നമുക്ക് -16 എടുക്കണ്ട, നെഗറ്റീവ് പാർട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബ്രെഡ്ത്ത് പോസിറ്റീവായ വാല്യൂസ് മാത്രം എടുത്താൽ മതി. ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ, റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 14. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 14 + 2, x + 2 എന്നാണ് 14 + 2, ദാറ്റ് ഈസ് 16 മീറ്റർ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the product of a number and 2 more than that is 168. What are the numbers? ഒരു നമ്പറിൻ്റെ പ്രൊഡക്റ്റ്, ഒരു നമ്പറിൻ്റെയും അതേപോലെ തന്നെ ആ നമ്പറിനേക്കാൾ 2 കൂടുതലുമായിട്ടുള്ള തമ്മിൽ ഗുണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 168 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ നിങ്ങൾ ഏത് എഴുതുക, ആദ്യം നമ്പർ എടുക്കുക. ലെറ്റ് ദ നമ്പർ ബി എക്സ്. 2 more than that എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ആ നമ്പറിനേക്കാളും 2 കൂടുതൽ എന്ന് പറഞ്ഞാൽ x + 2. ഇത് രണ്ടും കൂടിയും പ്രൊഡക്റ്റ് ആണ് 168. ക്വസ്റ്റ്യനിൽ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x × x + 2 = 168. ഉള്ളിക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. x × x x², x × 2 2x = 168. ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എടുക്കുക. എക്സിൻ്റെ കൂടെയുള്ള കിടക്കുന്ന സംഖ്യ നോക്കുക, 2 ആണ്. അതിൻ്റെ പകുതി 1, അതിൻ്റെ സ്ക്വയർ വേണം രണ്ട് സൈഡിലും ആഡ് ചെയ്യാൻ. x² + 2x + 1 = 168 + 1. ഇപ്പോൾ x² + 2x + 1 നമുക്ക് എന്താ എഴുതാം, x + 1 ഹോൾ സ്ക്വയർ. x + 1 ഹോൾ സ്ക്വയർ = 169. x + 1 = 30. 169ൻ്റെ റൂട്ട് 13 ആണ്. +or-13, പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാം. ഇനി 2 വാല്യൂസ് നോക്കുക. ഇനി x + 1 ഞാൻ 13 കൊടുക്കുകയാണെങ്കിൽ, അതായത് പ്ലസ് വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ എക്സിൻ്റെ വില എന്തായിരിക്കും, 13 - 1 ദാറ്റ് ഈസ് 12. ഇനി x + 1 ഞാൻ എടുക്കുന്ന -13 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, -14. ഇവിടെ നിങ്ങൾക്ക് 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാ, ഒന്ന് പ്ലസും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ മൈനസും കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പേഴ്സ് നമുക്ക് എന്ത് വരാം, മൈനസ് കേസും വരാം. അതുകൊണ്ട് ഇവിടെ എക്സിൻ്റെ 2 വാല്യൂ എന്താണ്, ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഏതൊക്കെയാണ് ആ 2 നമ്പേഴ്സ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 12 കിട്ടുകയാണെങ്കിൽ നിങ്ങളിവിടെ കണ്ടുപിടിച്ചു, എക്സ് 12ഉം അതേപോലെ തന്നെ -14 ആണ് വരുന്നത്. ഇനി x 12 വരികയാണെങ്കിൽ മറ്റ് നമ്പർ ഏതായിരിക്കും, 2 കൂടുതലാണ്, അതിൽ കൂടുതലാണ് എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12 + 2, 12 + 2 14. ഇനി എക്സിൻ്റെ വാല്യൂ -14 ആണെങ്കിൽ മറ്റ് നമ്പർ എന്തായിരിക്കും, -14 + 2 -12. അപ്പോൾ നമ്പേഴ്സ് പറഞ്ഞത് 12, 14 or -12 -14. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. We can go to fourth question. How many terms of arithmetic sequence 99, 97, 95 must be added to get 900? 900 കിട്ടാൻ വേണ്ടി, അതായത് 900 കിട്ടാൻ വേണ്ടി എത്ര നമ്പേഴ്സ് കൂട്ടിയാലാണ് നിങ്ങൾക്ക്, എത്ര ടേംസ് കൂട്ടിയാലാണ് നിങ്ങൾക്ക് 900 കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര നമ്പേഴ്സ് കൂട്ടിയാലാണ് നിങ്ങൾക്ക് 900 കിട്ടുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യം സീക്വൻസ് തന്നിട്ടുണ്ട്, ആ സീക്വൻസ് എടുത്തെഴുതാം. ഏതൊക്കെയാണ് സീക്വൻസ്, 99, 97, 95. ഇനി ഇവിടെ ഫസ്റ്റ് ടേം 99, കോമൺ ഡിഫറൻസ് എത്രയാണ്, 97 - 99. 97 - 99 എന്ന് പറഞ്ഞാൽ -2. ഇവിടെ എത്ര ടേംസ് കൂട്ടിയാലാണ് നിങ്ങൾക്ക് സമ്മ് 99 കിട്ടുക എന്നാണ് അല്ലേ? അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, n/2 × 2f + n - 1 × d. ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമാറ്റിക് സീക്വൻസിൽ നിങ്ങൾ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, n/2 × 2f + n - 1 × d. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും. സോ n/2 × 2 × ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 99 + n - 1 × കോമൺ ഡിഫറൻസ് -2. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതാ n/2 × 2 × 99 എന്ന് പറഞ്ഞാൽ 198 -2 × n -2n -2 × -1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, സോ +2 198. ഇവിടെ 198ഉം 2 കൂടി ആഡ് ചെയ്യാം, അപ്പോൾ യു വിൽ ഗെറ്റ് 200. സോ n/2 × 200 - 2n. ഇനി n/2 ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ എത്ര കിട്ടുക, 100n
മൈനസ് എൻ ബൈ 2 ഇൻറ്റു 2n. അപ്പോൾ എന്താവും എൻ സ്ക്വയർ. 2 2 ക്യാൻസലായി എൻ സ്ക്വയർ. ഇവിടെ നിങ്ങൾക്ക് സമ്മ് തന്നിട്ടുണ്ട് എത്രയാ 900 ആണ്. സോ വി ക്യാൻ റൈറ്റ് 100 മൈനസ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 900. ആദ്യം എൻ സ്ക്വയറിൻ്റെ ടേം എഴുതി, മൈനസ് എൻ സ്ക്വയർ പ്ലസ് 100 ഇസ് ഈക്വൽ ടു 900. ഈ മൈനസ് ആദ്യത്തെ ടേം നമുക്ക് സ്ക്വയറിൻ്റെ ടേം മൈനസ് വന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മൊത്തം. അപ്പോൾ മൈനസ് മാറി എൻ സ്ക്വയറിൻ്റെ കൂടെയുള്ള മൈനസ് മാറി അതെന്താവും പ്ലസ് ആവും. പ്ലസ് ഉള്ളത് മൈനസ് ആവും. എൻ സ്ക്വയർ മൈനസ് 100 ഇസ് ഈക്വൽ ടു മൈനസ് 900. ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് നോക്കുക. ഇവിടെ എന്നിൻ്റെ കൂടെ കിടക്കുന്ന നമ്പർ ഏതാ 100. അപ്പോൾ അതിൻ്റെ പകുതി 50. സോ 50 സ്ക്വയർ വേണം നിങ്ങൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യാം. സോ രണ്ട് സൈഡിലും 50 സ്ക്വയർ ആഡ് ചെയ്യാം. എൻ സ്ക്വയർ മൈനസ് 100 പ്ലസ് 50 സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 900 പ്ലസ് 50 സ്ക്വയർ. അപ്പോൾ നമുക്ക് എൻ സ്ക്വയർ മൈനസ് 100 പ്ലസ് 50 സ്ക്വയറിന് എന്ത് എഴുതാം, എൻ മൈനസ് 50 ഹോൾ സ്ക്വയർ. സോ എൻ മൈനസ് 50 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ മൈനസ് 900 പ്ലസ് 50,000 2500 എന്ന് എഴുതാം. 2500 900 കുറയ്ക്കുമ്പോൾ 1600. അപ്പോൾ എൻ മൈനസ് 50 സ്ക്വയർ ആണ് 1600. സ്ക്വയറിന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ റൂട്ടാവും അല്ലേ. അപ്പോൾ എത്ര റൂട്ട് വരിക, 1600 റൂട്ട് എന്ന് പറഞ്ഞത് 40 അല്ലേ. 1600 റൂട്ട് 40 ആണ്. അപ്പോൾ പ്ലസ് 40 വരാം, മൈനസ് 40 വരാം. അപ്പോൾ എൻ മൈനസ് 50 ഇസ് ഈക്വൽ ടു ഞാൻ എഴുതി 40 ഓർ മൈനസ് 40. ഇനി നിങ്ങൾ രണ്ട് കേസ് എടുക്കണം. എൻ മൈനസ് 50 ഇസ് ഈക്വൽ ടു 40 വരികയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? ഇതാ, ഇഫ് എൻ മൈനസ് 50 ഇസ് ഈക്വൽ ടു 40, എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 40 പ്ലസ് 50 90. ഇനി എൻ മൈനസ് 50 ഇസ് ഈക്വൽ ടു പ്ലസ് അല്ല മൈനസ് 40 ആണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വില എത്രയാണ്? 10. ദ സം ഓഫ് ഫസ്റ്റ് 90 ടേംസ് ഓഫ് ദ സീക്വൻസ് ഇസ് 900. ഓൾസോ സം ഓഫ് ദ ഫസ്റ്റ് 10 ടേംസ് ഇസ് 900. ഇവിടെ എന്നിൻ്റെ വാല്യൂസ് രണ്ടും എന്താണ്, പോസിറ്റീവാണ് അല്ലേ. ആദ്യത്തെ 90 ഈ സീക്വൻസിൽ ആദ്യത്തെ 90 ടേംസിൻ്റെ സം എത്രയാണ്? 900 ആണ്. അതേപോലെ തന്നെ ആദ്യത്തെ 10 ടേംസിൻ്റെ സമ്മും 900 ആണ്. ആൻസർ എന്താണോ അത് വെച്ചിട്ട് വേണം ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. A rod 28 cm long is to be bent to make a rectangle. Calculate the length of the sides of a rectangle that can be made. ഒരു റോഡിൻ്റെ നീളം എന്ന് പറയുന്നത് 28 സെൻറ്റിമീറ്റർ ആണ്. അത് ബെൻഡ് ചെയ്ത് ഒരു റെക്റ്റാങ്കിളാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഓരോ റെക്റ്റാങ്കിളിൻ്റെയും സൈഡ്സ്, അതായത് ലെങ്ത് എത്രയാ ബ്രെഡ്ത്ത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നിങ്ങൾക്ക് ഓരോ കണ്ടീഷൻസും മൂന്നോ നാലോ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ എ റെക്റ്റാങ്കിൾ ഓഫ് ഡയഗണൽ 8 സെൻറ്റിമീറ്റർ ക്യാൻ ബി മെയ്ഡ്. അതായത് ഒരു റോഡിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 28 സെൻറ്റിമീറ്റർ ആണ്. ഈ 28 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, റോഡിൻ്റെ പെരിമീറ്റർ ആണ്, അല്ലെങ്കിൽ റെക്റ്റാങ്കിളുടെ പെരിമീറ്റർ ആണ്. ഇതിന് ഈ റോഡ് ബെൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ചോദ്യം, ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ 8 സെൻറ്റിമീറ്റർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പം എങ്ങനെ നോക്കുക, തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ച് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് റെക്റ്റാങ്കിളുടെ പെരിമീറ്റർ എന്ന് പറഞ്ഞത് 28 സെൻറ്റിമീറ്ററാണ്. തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ റെക്റ്റാങ്കിളുടെ പെരിമീറ്റർ കണ്ടുപിടിക്കുക, 2 ഇൻറ്റു L പ്ലസ് ബി. അപ്പോൾ 2 ഇൻറ്റു L പ്ലസ് ബി ഇസ് ഈക്വൽ ടു 28. അപ്പോൾ L പ്ലസ് ബി ഇസ് ഈക്വൽ ടു 28/2. 2ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ബൈ ആവും. 28ൽ 2 14 വട്ടം. ഇനി ഇപ്പോൾ എല്ലും ബിയും കൂട്ടി എത്ര കിട്ടണം, 14 കിട്ടണം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പം ഞാൻ ലെങ്ത് ഇവിടെ എക്സ് ആക്കിയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും, 14 മൈനസ് എക്സ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം, 14 കിട്ടണം. അപ്പോൾ ആദ്യത്തെ നിങ്ങൾ ലെങ്ത് എക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും, 14 മൈനസ് എക്സ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡയഗണൽ എത്രയാണ്, 8 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. എന്താ പൈത്തഗോറസ് തിയറം? നിങ്ങൾ സൈഡിലൊരു റെക്റ്റാങ്കിളൊക്കെ വരച്ചിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. പൈത്തഗോറസ് തിയറം എന്താ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ
പ്ലസ് ഹൈറ്റ് സ്ക്വയർ അല്ലേ. ബേസ് ഞാൻ എക്സ് എടുത്തു, എക്സ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് എന്ന് പറയുന്നത് 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഡയഗണലാണ് ഹൈപ്പോട്ടന്യൂസ്, ഡയഗണലിൽ 8 സെൻറ്റിമീറ്റർ ആണ്. സോ 8 സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യാം, എക്സ് സ്ക്വയർ പ്ലസ് 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ്. എന്താ എ മൈനസ് ബി ഹോൾ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന 14 ആണ്. സോ 14ൻ്റെ സ്ക്വയർ 196 മൈനസ് 2abൻ്റെ 28x പ്ലസ് ബിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 8ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64. ഇനി എക്സിനും എക്സ് സ്ക്വയർ രണ്ട് എക്സ് സ്ക്വയർ ഉണ്ട്, രണ്ടും കൂടി ആഡ് ചെയ്തുമ്പോൾ 2x സ്ക്വയർ മൈനസ് 28x ഈക്വൽ 64. ഇവിടെ പ്ലസ് 196 ആണ്, അതിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് 196. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 28x ഈക്വൽ മൈനസ് 132. ഇതിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2x സ്ക്വയർ ബൈ 2, 2 ും 2 ക്യാൻസലായി എക്സ് സ്ക്വയർ ആവും. 28ൽ 2 14 വട്ടം അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 14x. ഇനി 132ൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 132നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 66. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 14x ഈക്വൽ മൈനസ് 66. ഇനി എക്സിൻ്റെ കൂടെ കിടക്കുന്ന സംഖ്യ ഏതാ നോക്കുക. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് പഠിച്ചിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ പഠിച്ചിട്ടുള്ള ഏതാ? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡാണ്, ഈസി. ഇവിടെ എക്സിൻ്റെ കൂടെ കിടക്കുന്ന നമ്പർ 14, അതിൻ്റെ പകുതി 7. സോ 7ൻ്റെ സ്ക്വയർ വേണം നിങ്ങൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 7 സ്ക്വയർ ഇസ് ഈക്വൽ മൈനസ് 66 പ്ലസ് 7 സ്ക്വയർ. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് എന്താ എഴുതാം? എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ മൈനസ് 66 പ്ലസ് 49. അപ്പോൾ രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് 17 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കുക, എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ മൈനസ് 17 ആണ്. അപ്പോൾ ഈ സ്ക്വയർ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? റൂട്ടാവും വരിക. ഒരിക്കലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ത് വരില്ല? നെഗറ്റീവ് വരില്ല. സോ വി ക്യാനോട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? എക്സിൻ്റെ വാല്യൂ ഇവിടെ നെഗറ്റീവ് വന്നുകൊണ്ട് നെഗറ്റീവ് റൂട്ട് നെഗറ്റീവ് 17 എന്നാണ് വരിക. അപ്പോൾ ഒരിക്കലും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 8 സെൻറ്റിമീറ്റർ ഡയഗണൽ വരുന്ന ഒരു റെക്റ്റാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉണ്ടാക്കാൻ കഴിയില്ല. ആൻസേഴ്സ് എഴുതുക. ദ സ്ക്വയർ ഓഫ് എനി നമ്പർ കനോട്ട് ബി നെഗറ്റീവ്. ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ എന്ത് വരില്ല? നെഗറ്റീവ് വരില്ല. സോ വി കനോട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ദിസ് ഇക്വേഷൻ. അതുകൊണ്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. Therefore we cannot make a rectangle with diagonal 8 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റില്ല? റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ കഴിയൂല. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്യാൻ എ ഡയഗണൽ റെക്റ്റാങ്കിൾ ഓഫ് ഡയഗണൽ 10 സെൻറ്റിമീറ്റർ ക്യാൻ ബി മെയ്ഡ്? ഇനി 10 സെൻറ്റിമീറ്റർ ഡയഗണൽ വരുന്ന റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പം ഇതേപോലെ തന്നെ ചെയ്യുക. എന്ത് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ? ഡയഗണൽ 10ന് പകരം എന്ത് വരുള്ളൂ? 8ന് പകരം 10 വരുള്ളൂ. ഇക്വേഷൻസ് ഒക്കെ സെയിം ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ 10 സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ എക്സ്പാൻഡ് ചെയ്യുക. 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇനി എക്സിൻ്റെ ടേം ആഡ് ചെയ്യുക. 2x സ്ക്വയർ മൈനസ് 28x ഈക്വൽ 196നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ 100 മൈനസ് 196 അല്ലേ. ഇവിടെ പ്ലസ് ആണ്, അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ആവും. 100ന്ന് 196 വലുതെന്ന് ചെറുത് കുറക്കുക, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. 196ന്ന് 100 കുറക്കുമ്പോൾ 96. വലുതിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. സോ മൈനസ് 96. ഇനി മൊത്തം എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സ് സ്ക്വയർ മൈനസ് 14x ഇസ് ഈക്വൽ മൈനസ് 48. ഇവിടെ എക്സിൻ്റെ കൂടെ കിടക്കുന്ന സംഖ്യ 14, അതിൻ്റെ സ്ക്വയർ വേണം രണ്ട് സൈഡിലും ആഡ് ചെയ്യാൻ. 14ൻ്റെ പകുതി എത്രയാ? 7. 7ൻ്റെ സ്ക്വയർ 49. സോ 49 രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. അപ്പോൾ എക്സ് മൈനസ് 7 ഈക്വൽ ടു ഇവിടെ മൈനസ് 48 പ്ലസ് 49. 49ന്ന് 48 കുറയ്ക്കുമ്പോൾ 1. 1ൻ്റെ സ്ക്വയർ റൂട്ട് ഒന്നെങ്കിൽ +1 ആവും, അല്ലെങ്കിൽ എന്താവും? -1 ആവും. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക.
രണ്ട് കേസ് ഉണ്ടാവും. ഇഫ് എക്സ് മൈനസ് 7 ഇസ് ഈക്വൽ ടു 1, എക്സ് മൈനസ് 7 1 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 8. ഇഫ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ -1 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6. അപ്പോൾ ലെങ്ത്ത് 6ഉം ബ്രെഡ്ത്തും എത്രയായിരിക്കും, ലെങ്ത്ത് 8ഉം ബ്രെഡ്ത്ത് എത്രയായിരിക്കും 14 - 8. 14 - 8 എന്ന് പറഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 10 സെൻറ്റിമീറ്റർ ഡയഗണലായിട്ട് റെക്റ്റാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ അബൌട്ട് എ റെക്റ്റാങ്കിൾ ഓഫ് ഡയഗണൽ 14 സെൻറ്റിമീറ്റർ? അങ്ങനെയാണെങ്കിൽ ഡയഗണൽ 14 സെൻറ്റിമീറ്റർ ആയ റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ കഴിയുമോ? വീണ്ടും സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. ഡയഗണൽ എന്ത് കൊടുക്കുക, 14 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കുക. സോ എക്സ് സ്ക്വയർ പ്ലസ് 14 - x ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ 14 സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് 196 - 28x പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ 196. 2x സ്ക്വയർ - 28x ഈക്വൽ, ഇവിടെ 196 ആണ് റൈറ്റ് സൈഡിൽ, -196. 196 196 കുറയ്ക്കുമ്പോൾ 0 ആയിരിക്കും. സോ 2x സ്ക്വയർ - 28x ഇസ് ഈക്വൽ ടു 0. മൊത്തം ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എക്സ് സ്ക്വയർ - 14x ഇസ് ഈക്വൽ ടു 0. ഇനി നോക്കുക, രണ്ട് സൈഡിലും 14ൻ്റെ പകുതി 7 ആണ്. 7ൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്തു. അപ്പോൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് എഴുതാം എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ 49. ഇനിയാണെങ്കിൽ എക്സിൻ്റെ വില എത്രയായിരിക്കും, +7ഉം -7ഉം അല്ലേ. അപ്പോൾ രണ്ട് കേസ് വരിക. എക്സ് മൈനസ് 7 ഇസ് ഈക്വൽ ടു 7 എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വില 14. എക്സ് മൈനസ് 7 ഇസ് ഈക്വൽ -7 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സിൻ്റെ വില എന്തായിരിക്കും 0. അപ്പോൾ ഡയഗണൽ 14 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്റ്റാങ്കിൾ വരയ്ക്കാൻ കഴിയില്ല. കാരണം എന്താ, ലെങ്ത് എന്ന് പറഞ്ഞത് എന്തായിരിക്കണം, 8 സെൻറ്റിമീറ്ററും അതിലും കൂടുതലായിരിക്കണം. പക്ഷെ എന്താവാൻ പാടില്ല, 14 സെൻറ്റിമീറ്ററിനേക്കാളും താഴെയായിരിക്കണം. 14 സെൻറ്റിമീറ്റർ ആവാൻ പാടില്ല. ഹോപ്പ് യു ക്ലിയർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 2 numbers with sum 4 and product 2. രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 4ഉം കിട്ടണം. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തും കിട്ടണം, 2ഉം കിട്ടണം. ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? അപ്പം നിങ്ങൾക്ക് അറിയില്ല നമ്പേഴ്സ് ഏതാണെന്നറിയില്ല. സോ ലെറ്റ് ദ നമ്പർ ബി എക്സ്. അപ്പോൾ ആദ്യത്തെ നമ്പർ ഞാൻ എക്സ് എടുത്തു. രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും, 4 - x. കാരണം രണ്ടും കൂടിയും കൂട്ടിയ 4 കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്പർ എക്സ് ആണ്. രണ്ടാമത്തെ നമ്പർ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, റൈറ്റ് സൈഡ് സം മൈനസ് ഫസ്റ്റ് നമ്പർ 4 - x. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്, 2 കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. സോ എക്സ് ഇൻറ്റു 4 - x ഇസ് ഈക്വൽ ടു 2. എക്സിനെ കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു 4 4x, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. ഞാൻ തിരിച്ചെഴുതി -x സ്ക്വയർ പ്ലസ് 4x ഇസ് ഈക്വൽ ടു 2. ഇനി മൈനസ് ഞാൻ ക്യാൻസൽ ചെയ്തു, തിരിച്ചെഴുതി മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. എക്സ് സ്ക്വയർ പ്ലസ് 4x ആണ്, തിരിച്ചെഴുതുമ്പോൾ -4x ഇസ് ഈക്വൽ -2. ഇവിടെ എക്സിൻ്റെ കൂടെ കിടക്കുന്ന സംഖ്യ 4, അതിൻ്റെ സ്ക്വയർ വേണം, അതിൻ്റെ പകുതിയുടെ സ്ക്വയർ വേണം രണ്ട് സൈഡിലും ആഡ് ചെയ്യാൻ അല്ലേ. ഇപ്പോൾ ഇവിടെ പകുതി 4ൻ്റെ പകുതി 2 സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ x - 2 ഹോൾ സ്ക്വയർ സീക്വൽ -2 + 4. 4ന്ന് 2 കുറയ്ക്കുക. 4ന്ന് 2 കുറച്ചാൽ 2. അപ്പോൾ x - 2 ഹോൾ സ്ക്വയർ ആണ് 2. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും, റൂട്ട് ആവും. അപ്പോൾ +√2ഉം അതേപോലെ -√2 ആണ് വരിക, x - 2. ഇനി രണ്ട് കേസ് വരും. x - 2 ഇസ് ഈക്വൽ ടു √2 ആണെങ്കിൽ എക്സിൻ്റെ വില എന്തായിരിക്കും, -2 ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി. -2നെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആയിരിക്കും. സോ 2 + √2. സെക്കൻഡ് കേസ്, എഫ് എക്സ് - 2 ഇസ് ഈക്വൽ ടു -√2. x - 2 എന്ന് പറഞ്ഞത് -√2 കൊടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വില എന്ന് പറഞ്ഞത് 2 - √2. അപ്പോൾ ഒരു നമ്പർ 2 + √2 ആണെങ്കിൽ വേറെ നമ്പർ കണ്ടുപിടിക്കണം. 4 - എക്സിൻ്റെ വില കണ്ടുപിടിക്കുക. 4 - 2 + √2 ഈക്വൽ 2 - √2. ഇപ്പോൾ ഒരു നമ്പർ 2 + √2 ആണെങ്കിൽ മറ്റേ നമ്പർ എന്തായിരിക്കും, 2 - √2 ആയിരിക്കും. ഇനി സെക്കൻഡ് കേസ്, ഒരു നമ്പർ എന്ന് പറയുന്നത് 2 - √2 ആണെങ്കിൽ അടുത്ത നമ്പർ കണ്ടുപിടിക്കണം. അടുത്ത നമ്പർ എന്തായിരിക്കും, 2 + √2. അപ്പോൾ
6 ക്വസ്റ്റ്യൻ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും പറയുന്നു, if you like this video, please like, share and subscribe. Thank you. We can discuss more problems in next class.